Ini we are ready to meet our next guest on stage, the recipient of the next award. Ini ആദരവ് നൽകുന്നത് 2.5 ദശാബ്ദകാലത്തോളം സെയിൽസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് രംഗത്ത്, മീഡിയ മേഖലയിൽ സെയിൽസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് രംഗത്ത് വളരെ സുനിശ്ചിതമായ സുസ്ഥിരമായ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു വ്യക്തിയാണ്. I think we will listen to his presentation first. അദ്ദേഹത്തെ കുറിച്ചൊരു ചെറിയ ഹ്രസ്വമായ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്രസന്റേഷനിലേക്ക് കടക്കാം നമുക്ക്. VS റോഷൻ സെയിൽസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് രംഗത്ത് മീഡിയ പ്രൊഫഷണലായി വിവിധ കമ്പനികളിൽ ദക്ഷിണേന്ത്യയിലാകെ 25 വർഷക്കാലത്തിലധികം പ്രവർത്തിച്ചതിന്റെ അനുഭവ സമ്പത്ത്. കാഡില, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്, ടാറ്റ ഫോൺ, സി ടെലിഫിലിംസ്, INX മീഡിയ തുടങ്ങിയ കമ്പനികളിലും പ്രവർത്തിച്ചിരുന്നു. 2011 മുതൽ BBC റീജിയണൽ മാനേജറായും അസിസ്റ്റന്റ് മാനേജറായും ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് BBC, CBS ചാനലുകളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനും MSO DTH പ്ലാറ്റ്ഫോം കമ്പനികളുമായി സുദൃഢമായ ബന്ധം നിലനിർത്തുന്നതിനും അശ്രാന്ത പരിശ്രമം നടത്തി വിജയിച്ച വ്യക്തി. അടുത്ത കാലത്ത് BBCയിൽ നിന്നും വിരമിച്ചു. ബെയ്ജിംഗ് ആസ്ഥാനമായ ബോർഡാർ ഗ്രൂപ്പ് കമ്പനിയുടെ ഇന്ത്യൻ ഓപ്പറേഷൻ ഡയറക്ടറായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. എക്കാലത്തും COA കേരള വിഷൻ കൂട്ടായ്മയുമായി മികച്ച ബന്ധവും സഹകരണവും നിലനിർത്തുകയും ഈ പ്രസ്ഥാനത്തിന്റെ ഒരു അഭ്യുദയകാംക്ഷിയുമായ ശ്രീ VS റോഷനെ COA ഈ അവസരത്തിൽ ആദരിക്കുന്നു. With great pleasure we welcome Shri VS Roshan, an acclaimed name in the world of media. Hearty welcome, sir. It's one thing to be inspired and a whole different thing to be inspiring എന്ന് പറയും. സ്വയം ഇൻസ്പയർഡ് ആവുന്നതിനെക്കാട്ടിലും കൂടുതൽ പവർഫുൾ ആണ് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുക എന്നത്. അത്തരത്തിലൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു മറുപടി, 2 വാക്ക് ഫ്രം യുവർ എൻഡ് സർ. ഗുഡ് ഈവനിങ് ടു ആൾ. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഇൻഡസ്ട്രിയിലെ ഏറ്റവും സീനിയർ ആൾക്കാരും അവർ ഇന്ത്യ മൊത്തം അവർ റോൾ മോഡൽസുമാണ്. ഞാൻ അവർക്ക് പ്രത്യേകിച്ച് ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊന്നും അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം. ഐ ആം റിയലി ഹോണേഡ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് മൊമെൻറ്റ് ഫോർ മീ. ഈ കേരള വിഷൻ ആൻഡ് CEO എന്ന് പറയുന്നത് അവരുടെ ഇന്ത്യൻ ഈ മീഡിയ ഇൻഡസ്ട്രിയിലേക്കുള്ള, ഞാൻ പറഞ്ഞ കേരള അല്ല, ഇന്ത്യൻ മീഡിയ ഇൻഡസ്ട്രിയിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ റിമാർക്കബിൾ ആണ്. അവരൊരു ഒരു ലൈൻ, ഒരു പാത്ത് അവരുണ്ടാക്കിയിട്ടുണ്ട്. അത് കണ്ടാണ് നോർത്ത് ഇന്ത്യയിലുള്ള മറ്റ് കമ്പനികൾ അവർ ഫോളോ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഓപ്പണായിട്ട് ഐ വാസ് ഡീലിംഗ് വിത്ത് എ കമ്പനി, ബട്ട് നോ, എനിക്ക് എല്ലാ കസ്റ്റമേഴ്സും വേണം, ബട്ട് ഈവൻ ഓപ്പൺലി സർട്ടൻ പ്ലാറ്റ്ഫോംസ്, ആ പ്ലാറ്റ്ഫോംസിൽ പലപ്പോഴും എൻ്റെ കൂടെ ഇവിടുത്തെ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ, ഞങ്ങൾ അബ്രോഡ് ഞങ്ങളുടെ BBCയുടെയും മറ്റു കാര്യങ്ങൾക്കൊക്കെ വിസിറ്റ്, അങ്ങനെ മീറ്റിങ്ങിനും കോൺഫറൻസിനും ഒക്കെ പോകുമ്പോൾ നോർത്ത് സൈഡ് അവിടെ നിന്നൊക്കെ ആൾക്കാർ പറയുന്നത് ലീനിയർ ചാനൽസ് ആർ ഡൈയിങ്, നോ വേ, നോ രക്ഷ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു എക്സാമ്പിളാണ് ലുക്ക് കേരള വിഷൻ, CEO കേരള വിഷൻ. അവരെന്താ ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് വാട്ട് ദേ ആർ ഡൂയിങ്, ദേ ആർ റീച്ചിങ് ടു ദ പീപ്പിൾ. ദർ ഈസ് എ കണക്ട്, ദർ ഈസ് നോ ഡൗട്ട്, ബട്ട് ഹൗ ദേ ആർ ഇംപ്ലിമെന്റിങ് ഇറ്റ്. അല്ലാതെ കരഞ്ഞുകൊണ്ട് വീട്ടിൽ ഇരിക്കുകയല്ല. അവർ ചെയ്യുന്നത് അവർ എല്ലാവർക്കും ഒരു എക്സാമ്പിൾ ആയിട്ടുള്ളതാണ്. അതിൻ്റെ ഉദാഹരണമാണ് GTPL എന്ന് പറഞ്ഞ ഒരു കമ്പനി ഇന്ന് കേരളത്തിലില്ല, ബാക്കി എല്ലായിടത്തും ഉണ്ട്. അവർ ഈസ് എ ഗുജറാത്ത് ബേസ്ഡ് കമ്പനി. അവർ കർണാടകയിലൊക്കെ, കർണാടക സ്റ്റേറ്റ്, ഈവൻ ഇൻ തമിഴ്നാട്, അവർക്കൊക്കെ 11 lakhs കണക്ഷനോട് പോയി. ഇവിടെ അവർക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം ഓൺലി ബിക്കോസ് ഓഫ് KCCL ആൻഡ് COA. സോ എനിക്ക് കൂടുതലൊന്നും അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. ദെയർ അച്ചീവ്മെന്റ്സ് ആർ റിമാർക്കബിൾ. അവർ ഇത് ഏതെങ്കിലും ഒരു പുതിയ ഒരു ബിസിനസ് സ്കൂൾ സ്റ്റുഡൻറ്റിനോ ഒരു പുതിയ എൻ്റർപ്രണേഴ്സിനോ ഈ ബിസിനസ് മോഡൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദേ ക്യാൻ ഇംപ്ലിമെൻറ്റ് ഇറ്റ്. റിയലി ഇറ്റ്സ് എ ഗ്രേറ്റ് മൊമെൻറ്റ്. ഐ ആം സോ പ്രൗഡ് ഓഫ് ദാറ്റ്. ദിസ് അവാർഡ് എനിക്ക് തന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.